യുവ ഒന്ന് മൂളിയ ശേഷം വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. പാർട്ടിയിൽ ഒന്നും കഴിച്ചില്ലെന്ന അവയുടെ വാക്ക് അവൻ്റെ മനസ്സിൽ നിന്ന് മാറിയില്ല. റോഡരികിലെ ചെറിയ തട്ടുകട കണ്ടതും യുവ കാർ ഒതുക്കി നിർത്തി. ഇറങ്ങ്. എങ്ങോട്ട്? ചായയും ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞില്ലേ? അവയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇരുവരും കടയ്ക്കരികിലെ ബെഞ്ചിലിരുന്നു. ചായയും ചെറിയ സ്നാക്കും മുന്നിലെത്തിയതും അവ വിശപ്പോടെ കഴിക്കാൻ തുടങ്ങി. യുവ അവൾ കഴിക്കുന്നത് നോക്കിയിരുന്നു. പാർട്ടിയിൽ ഒന്നും കഴിച്ചില്ലേ? അവൻ ചോദിച്ചു. ഇല്ല. എന്തുകൊണ്ട്? അവ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. അത് ഞാൻ കടൽക്കരയിലെത്തിയിട്ട് പറയാന്ന് പറഞ്ഞതല്ലേ. യുവ ഒന്നും പറഞ്ഞില്ല. അവൾ ചായയും സ്നാക്കും കഴിച്ചു തീർന്നതും ഇരുവരും വീണ്ടും കാറിൽ കയറി. കുറച്ച് സമയത്തിന് ശേഷം അവർ കടൽ തീരത്തെത്തി. തണുത്ത കാറ്റിൽ അവയുടെ മുടിയിഴകൾ പാറിക്കൊണ്ടിരുന്നു. അവ മണലിലൂടെ മുന്നോട്ട് നടന്നു. യുവയും അവളുടെ അരികിലെത്തി. ഇരുവരും കടലിനെ നോക്കി കുറച്ചു നേരം നിശബ്ദമായിരുന്നു. തിരമാലകൾ കരയിലേക്ക് വന്ന് പതിച്ച് പതുക്കെ പിൻവാങ്ങി. അവി തൻ്റെ കയ്യിലെ മണൽ വിരലുകൾക്കിടയിലൂടെ പതുക്കെ ഊർന്നു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. യുവ അവളെ ഒന്ന് നോക്കി. ഇനി പറ, പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്? അവയുടെ മുഖം ഗൗരവമായി. അവിടെ വെച്ച് ഒരാളെന്നോട് മോശമായി സംസാരിച്ചു. യുവയുടെ മുഖം മുറുകി. എന്താ പറഞ്ഞേ? അവയുടെ മനസ്സ് കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. ബർത്ത്ഡേ പാർട്ടി ആഘോഷത്തിൻ്റെ നിറപ്പകിട്ടിലായിരുന്നു. സംഗീതത്തിൻ്റെ ശബ്ദവും സുഹൃത്തുക്കളുടെ ചിരിയും സംസാരവും കൊണ്ട് ഹാൾ നിറഞ്ഞിരുന്നു. അവികയും കൂട്ടുകാരോടൊപ്പം ഒരു വശത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്ന ഒരാളിലേക്ക് തിരിഞ്ഞത്. ആ പാർട്ടിയിലേക്ക് വന്ന അവളുടെ ഒരു സുഹൃത്തിൻ്റെ ഫ്രണ്ടായിരുന്നു അവൻ. കയ്യിൽ ഫോണുമായി അയാൾ അവിടെയെല്ലാം ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവിക്ക് മനസ്സിലായി അയാളുടെ ക്യാമറയുടെ ശ്രദ്ധ മറ്റാരിലുമല്ല, തന്നിലായിരുന്നു. അവൾ എവിടേക്ക് മാറിയാലും അയാളുടെ നോട്ടം പിന്നാലെ. അവിക ആദ്യം അത് അവഗണിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് അയാൾ ഫോൺ ഉയർത്തി അവളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതോടെ അവൾ നേരെ അയാളുടെ അടുത്ത് ചെന്നു. എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അവളത് പറഞ്ഞതും അയാൾ ചിരിച്ചു. അയ്യോ, ഇത്രയ്ക്കും ജാടയോ? ഒരു ഫോട്ടോയല്ലേ എടുത്തുള്ളൂ. എനിക്കിഷ്ടമല്ല, അത് ഡിലീറ്റ് ചെയ്യ്. അവളുടെ ശബ്ദത്തിലെ ഗൗരവം കേട്ടിട്ടും അയാൾ ഫോൺ താഴ്ത്തിയില്ല. പകരം വീണ്ടും ക്യാമറ അവൾക്ക് നേരെ തിരിച്ചു. അവികയുടെ ക്ഷമ അവിടെ തീർന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്ത് അവൾ സ്ക്രീനിലേക്ക് നോക്കി. തൻ്റെ അനുവാദമില്ലാതെ എടുത്ത ചില ചിത്രങ്ങൾ അവിടെ കണ്ടതോടെ അവളുടെ മുഖം മാറി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോട്ടോ എടുക്കരുതെന്ന്? അവൾ ഫോൺ നിലത്തേക്ക് ശക്തിയായി എറിഞ്ഞു. സ്ക്രീൻ തകർന്ന ശബ്ദത്തോടൊപ്പം ചുറ്റുമുണ്ടായിരുന്നവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി. എൻ്റെ ഫോൺ! അയാൾ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ എടുക്കാൻ നിനക്ക് ആരാ അനുവാദം തന്നെ? അവികയും പതറാതെ ചോദിച്ചു. അയാളുടെ സുഹൃത്തുക്കളിൽ ചിലർ അവളുടെ ചുറ്റും കൂടി. ഡി, ഫോൺ പൊട്ടിച്ചിട്ട് വല്ല ആളാവുന്നോ? എടി പോടിന്നൊക്കെ നീ നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി. അവയത് പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു. അവിക തൻ്റെ കൈ വലിച്ചെടുത്തു. എന്നെ തൊട്ടാലുണ്ടല്ലോ. അവിടെ ചെറിയൊരു ബഹളം നടന്നു. ആരൊക്കെയോ ചേർന്ന് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ആ ക്യാമറക്കാരൻ്റെ മുഖത്ത് ദേഷ്യം മാറിയിരുന്നില്ല. അവയുടെ സുഹൃത്തുക്കൾ പോലും അവളെയാണ് കുറ്റപ്പെടുത്തിയത്. അവയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആരോടും പറയാതെ അവൾ പുറത്തേക്ക് നടന്നു. അതിനിടയിൽ യുവയെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. പാർട്ടിയുടെ ശബ്ദത്തിൽ നിന്ന് കുറച്ചകലെ എത്തിയപ്പോൾ അവളുടെ പിന്നാലെ അയാളും ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും ജാട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിക തിരിഞ്ഞു നോക്കി. എനിക്ക് ജാടയല്ല, നിന്റെ പെരുമാറ്റം എനിക്കിഷ്ടമല്ല. അയാൾ പരിഹാസച്ചിരി ചിരിച്ചു. നിനക്കറിയോ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന്? അവിക ഒന്നും പറഞ്ഞില്ല. അയാൾ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ എന്നെ അപമാനിച്ചിട്ട് നീ അങ്ങനെ പോകാമെന്ന് കരുതണ്ട. അവൻ്റെ വാക്കുകളിൽ ഭീഷണി വ്യക്തമായിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നിന്നെൻ്റെ കയ്യിൽ കിട്ടും. അവൻ വാക്ക് പൂർത്തിയാക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവയുടെ ഉള്ളിൽ ഒരു നിമിഷം ഭയം നിറഞ്ഞെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല. അവൻ പതുക്കെ ചിരിച്ചു. ഞാൻ വിചാരിച്ച നിന്നെ എൻ്റെ ബെഡ്റൂമിലെത്തിക്കാൻ
എനിക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല. ആ വാക്കുകൾ കേട്ടതും അവികയുടെ മുഖം വെറുപ്പിൽ മുറുകി. യു അവൾ അവന് നേരെ വിരൽ ചൂണ്ടി. അപ്പോഴേക്കും പിന്നിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അവനെ വിളിച്ചുകൊണ്ട് പോയി. ഓർമ്മയിൽ നിന്ന് തിരിച്ചെത്തിയ അവി പതുക്കെ ശ്വാസം വിട്ടു. പറഞ്ഞു തീർന്നതും അവൾ യുവയെ നോക്കി. യുവയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നു. കണ്ണുകളിൽ അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവം. കുറച്ചുനേരം അവനൊന്നും പറഞ്ഞില്ല. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു, അവൻ അത്രയും പറഞ്ഞിട്ട് നീ തിരിച്ച് ഒന്നും പറഞ്ഞില്ലേ? അവയൊന്നും മിണ്ടാതെ നിന്നു. എന്നോട് തർക്കിക്കാൻ നിനക്ക് ഭയങ്കര മിടുക്കാണല്ലോ. യുവയുടെ ശബ്ദം കനത്തു. അവൻ്റെ മുന്നിൽ എന്താ നീ മിണ്ടാതിരുന്നേ? യുവ ഒരു നിമിഷം നിശബ്ദനായി. അന്നേരം നിന്റെ നാവ് എവിടെ പോയിരുന്നു? പക്ഷേ ആ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാൾ വേദനയായിരുന്നു കൂടുതൽ. അവിക പതുക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. യുവി, ഞാൻ അന്നേരം പേടിച്ചിട്ടല്ല മിണ്ടാതിരുന്നത്. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം ഇനി വലുതാവുമെന്ന് തോന്നി. അവളുടെ ശബ്ദം പതറി. യുവ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കടലിലേക്ക് നോക്കിയിരുന്ന ശേഷം അവൻ വീണ്ടും അവളെ നോക്കി. അവൻ്റെ ഫോട്ടോ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ? അവ അമ്പരന്ന് അവനെ നോക്കി. എന്തിനാ? പെണ്ണാലോചിക്കാൻ. യുവ ദേഷ്യത്തോടെ ഇത്തിരി കനപ്പിച്ചു പറഞ്ഞു. എടി, നിനക്ക് അവൻ്റെ കൈയും കാലും ഒടിക്കണ്ടേ? അവയുടെ കണ്ണുകൾ വലുതായി. ഓ. അവൾ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തു. ഒരു മിനിറ്റ്, ഞാൻ രോഹൻ്റെ സ്റ്റോറിയിൽ നേരത്തെ ഇവനെ കണ്ടിരുന്നു. അവൻ്റെ ഫ്രണ്ടാണല്ലോ ഇവൻ. അവ ഇൻസ്റ്റഗ്രാം തുറന്ന് രോഹൻ്റെ പ്രൊഫൈലിലേക്ക് കയറി. കുറച്ച് നിമിഷങ്ങൾ അവൾ സ്ക്രീനിലൂടെ വിരലൊടിച്ചു. ഇതാ, അവൾ ഒരു സ്റ്റോറി ഹൈലൈറ്റ് തുറന്നു. പാർട്ടിയിൽ നിന്ന് കുറച്ച് ചിത്രങ്ങളും വീഡിയോകളും അതിലുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ രോഹൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ യുവാവിൻ്റെ മുഖം വ്യക്തമായി കാണാമായിരുന്നു. യുവ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇവൻ തന്നെയല്ലേ? ഇവൻ തന്നെയാ. പേര്? അവി പ്രൊഫൈലിലെ ടാഗിലേക്ക് നോക്കി. അരുൺ മേനോൻ. യുവയുടെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. പക്ഷെ അവൻ്റെ വിരലുകൾ ഫോൺ മുറുകെ പിടിച്ചു. പ്രൊഫൈൽ തുറക്ക്. അവി അവൻ്റെ പ്രൊഫൈൽ തുറന്ന് ഫോൺ യുവയുടെ കയ്യിൽ കൊടുത്തു. കുറച്ച് ചിത്രങ്ങൾ സ്ക്രോൾ ചെയ്ത ശേഷം യുവ വീണ്ടും ഫോൺ അവളുടെ കയ്യിൽ തിരികെ കൊടുത്തു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്യും. അവി ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്തു. ശേഷം വാട്സാപ്പ് തുറന്ന് യുവയുടെ ചാറ്റ് തുറന്നതും അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം സ്ക്രീനിൽ പതിഞ്ഞു. അവൻ്റെ നമ്പറിന് മുകളിൽ സേവ് ചെയ്തിരുന്ന പേര് കണ്ടതും യുവയുടെ കണ്ണുകൾ പതുക്കെ അവിയിലേക്ക് നീങ്ങി. മൈ മാൻ. അവിക ഒന്നും ശ്രദ്ധിക്കാതെ സ്ക്രീൻഷോട്ട് അയക്കാനുള്ള തിരക്കിലായിരുന്നു. യുവയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു കുസൃതി പുഞ്ചിരി വിരിഞ്ഞു. മൈ മാൻ, അവൻ വളരെ പതുക്കെ പറഞ്ഞു. അവി തല ഉയർത്തി. എന്താ? ഒന്നുമില്ല. യുവ കടലിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം അവളുടെ മെസ്സേജ് റിസീവായി. യുവ ഫോണെടുത്ത് ആ ഫോട്ടോ ഒന്ന് നോക്കി. അവൻ ഫോണിൽ തൻ്റെ നമ്പർ സേവ് ചെയ്തില്ല എന്ന് ശ്രദ്ധിച്ച അവി യുവയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. കോണ്ടാക്റ്റ് ലിസ്റ്റിൽ സ്വന്തം നമ്പർ കണ്ടെത്തിയ ശേഷം അവൾ നെയിം ബോക്സിൽ എന്തോ ടൈപ്പ് ചെയ്തു. യുവ കൗതുകത്തോടെ അവളെ നോക്കി. എന്താ എഴുതുന്നത്? ഒന്നുമില്ല. അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ പെണ്ണ് എന്ന് സേവ് ചെയ്തു. പിന്നെ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തു. സ്ക്രീനിലെ കോണ്ടാക്റ്റിന് താഴെ തെളിഞ്ഞ പേര് കണ്ടതും യുവയുടെ ചുണ്ടിൽ പതുക്കെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണോ? അവി നാണത്തോടെ മുഖം തിരിച്ചു. എന്താ, അങ്ങനെ അല്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. ആണോ? അവൻ കുറുമ്പോടെ തിരിച്ചു ചോദിച്ചു. അമ്മോ, ആർക്കറിയാം എന്നും പറഞ്ഞവൻ കൈ മലർത്തി. ദേ, ഒരൊറ്റ കുത്ത് വെച്ച് തരൂട്ടോ. അവ അവൻ്റെ പുറം നോക്കി ഒരെണ്ണം കൊടുത്തു. പിന്നെയും അവൾ ഇടിക്കാൻ നേരം യുവ ഒഴിഞ്ഞു മാറിയതും അവി അപ്രതീക്ഷിതമായി അവൻ്റെ മേലേക്ക് തന്നെ വീണു. കടൽ തീരത്തെ തണുത്ത മണലിലേക്ക് ഇരുവരും ഒരുമിച്ച് മറിഞ്ഞു വീണു. അയ്യോ എന്ന് ഞെട്ടലോടെ അവി എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും യുവ അവളെ തടഞ്ഞു. തൻ്റെ മേൽ കൈകൾ കുത്തിയിരിക്കുന്ന അവിയിലേക്ക് യുവ കണ്ണിമച്ചിമാതെ നോക്കി. തണുത്ത കാറ്റിൽ അവളുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ അവൻ പതുക്കെ ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി വെച്ചു. അവളുടെ മുഖത്ത് ലജ്ജയുടെയും പരിഭവത്തിൻ്റെയും ഭാവങ്ങൾ മാറി മറഞ്ഞു. യുവ അവളെയും കൊണ്ട് ആ മണലിലൂടെ ഒന്ന് മറഞ്ഞു. അയ്യോ യുവി! അവൻ ഞെട്ടലോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു.
പക്ഷെ യുവ അവളുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ച് അവളെ വീണ്ടും തൻ്റെ അരികിലേക്ക് വലിച്ചു. തണുത്ത മണലിലൂടെ ഇരുവരും അടുത്തടുത്തായി കിടന്നു. കുറച്ചുനേരം ആരും ഒന്നും പറഞ്ഞില്ല. കടൽ തിരമാലകളുടെ ശബ്ദവും തണുത്ത കാറ്റിൻ്റെ നേർത്ത തഴുകലും മാത്രം. അവയുടെ മുടിയിഴകൾ വീണ്ടും മുഖത്തേക്ക് വീണു. യുവ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് അവയെ പതുക്കെ വിരലുകൾ കൊണ്ട് മാറ്റി. അവൻ്റെ വിരലുകൾ അവളുടെ കവിളിൽ ഒരു നിമിഷം തങ്ങി. അവയുടെ ചിരി പതിയെ മാഞ്ഞു. പകരം കണ്ണുകളിൽ ഒരു നാണം നിറഞ്ഞു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. യുവയുടെ ചുണ്ടിൽ ഒരു കുസൃതി പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണിനെ എനിക്ക് നോക്കാൻ പാടില്ലേ? ദേ വീണ്ടും തുടങ്ങിയോ? അവ അവൻ്റെ നെഞ്ചിൽ ചെറുതായി ഒരടി കൊടുത്തു. യുവ ചിരിച്ചു. നീയല്ലേ ആ പേരിട്ടത്? അത് വെറുതെ. ഓ, വെറുതെയാണോ എൻ്റെ പെണ്ണെന്ന് സേവ് ചെയ്തത്? അപ്പോൾ എൻ്റെ പെണ്ണല്ലേ? അവയ്ക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. അവൾ നാണത്തോടെ മുഖം വെട്ടിച്ചു. ഒരു നിമിഷം യുവയുടെ കണ്ണുകൾ അവളുടെ ലാവണ്ടർ സാരിയിലേക്ക് നീങ്ങി. ഇളം കാറ്റിൽ സാരിയുടെ നേർത്ത തുമ്പ് വയറിൻ്റെ ഭാഗത്തു നിന്ന് പതുക്കെ പാറിക്കൊണ്ടിരുന്നു. ചന്ദ്രപ്രകാശം പതിച്ചപ്പോൾ ആ ലാവണ്ടർ നിറത്തിന് ഒരു മങ്ങിയ വെള്ളിത്തിളക്കം തോന്നി. അവൻ്റെ നോട്ടം ശ്രദ്ധിച്ചതും സാരിയുടെ തുമ്പൊന്ന് വലിച്ചിട്ട് അവൾ നേരെയാക്കി. അവളുടെ പ്രവൃത്തി കണ്ട യുവ ചെറുതായി ചിരിച്ചു. അവൻ്റെ നോട്ടം വീണ്ടും അവളുടെ മുഖത്തേക്ക് മടങ്ങി. നിന്നെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട്, അവളുടെ കാതോരം ചുണ്ടടിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്രതീക്ഷിതമായി വന്ന ആ വാക്കിൽ അവയുടെ കണ്ണുകൾ അവനിൽ തന്നെ പതിഞ്ഞു. ശരിക്കും? അവളുടെ ശബ്ദത്തിൽ അറിയാതെ ഒരു പ്രതീക്ഷ കലർന്നു. യുവയുടെ ചിരി പതുക്കെ മങ്ങി. പകരം കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു. ശരിക്കും. അവയൊന്നും പറഞ്ഞില്ല. കാറ്റിൽ വീണ്ട അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീണു. യുവ അത് പതുക്കെ മാറ്റി. ഇത്തവണ അവൾ തടഞ്ഞില്ല. അവൻ്റെ വിരലുകൾ കവിളിലൂടെ വളരെ നേർത്തതായി സ്പർശിച്ചപ്പോൾ അവയുടെ ശ്വാസം പോലും ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. യുവി, നമ്മളിങ്ങനെ ഇവിടെ കിടക്കുന്നത് ആരെങ്കിലും കണ്ട? യുവ ഒന്ന് ചിരിച്ചു. ആരും കാണില്ല, കടൽ മാത്രമേ കാണുള്ളൂ. യുവ പറഞ്ഞത് കേട്ട് അവ ചുറ്റും നോക്കി. കടലിന് കണ്ണുണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ കണ്ടിട്ട് അസൂയപ്പെടുമായിരുന്നു അല്ല യുവി? പിന്നെ പാതിരാത്രിയിൽ കിന്നരിക്കാതെ എഴുന്നേറ്റ് പോടാ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞേനെ. യുവ അത് പറഞ്ഞത് കേട്ടതും അവി അവനെ കോർപ്പിച്ചു നോക്കി. അവൻ നേർത്തൊരു ചിരിയോട് അവളെ ഇമ ചിമ്മാതെ നോക്കി നിന്നു. അവൻ്റെ ആ നേരത്തെ നോട്ടം കണ്ട അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. യുവി, ഞാനിപ്പോൾ അഭിനയിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മോ, എനിക്കറിയില്ല. ദുഷ്ട, ഇത്രയൊക്കെ ആയിട്ടും നിനക്കത് മനസ്സിലായില്ലേ? അവൾ അവൻ്റെ കവിള് നോക്കി ഒരു കടി കൊടുത്തു. അവൻ കവിള് ഒഴിഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. അവൻ്റെ ആ നോട്ടം കണ്ടതും അവൾ നേർത്തൊരു ചിരിയോടെ താൻ കടിച്ച ഭാഗത്ത് മൃദുവായി ചുംബിച്ചു. യുവയുടെ കവിളിൽ പതിഞ്ഞ ആ ചുംബനം ഒരു നിമിഷത്തേക്ക് അവനെ നിശ്ചലനാക്കി. അവനൊന്നും പറയാതെ അവളെ തന്നെ നോക്കി നിന്നു. അവയുടെ കണ്ണുകൾ ഇപ്പോൾ നാണത്തോടൊപ്പം ഒരു കുസൃതിയും നിറഞ്ഞിരുന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അല്പം കൂടി അടുത്തേക്ക് നീങ്ങി. ഇപ്പം ഞാൻ അഭിനയിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ യുവി? യുവയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇല്ല. അവൻ്റെ ശബ്ദം ഇത്തവണ പതിവിലും താഴ്ന്നിരുന്നു. അവി ഒന്നും പറയാതെ അവനെ നോക്കി നിന്നു. പിന്നെ അവൾ പതുക്കെ ചോദിച്ചു. യുവ അവളുടെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റിയില്ല. നീ അഭിനയിക്കുകയാണെങ്കിൽ? അവനൊരു നിമിഷം നിശബ്ദനായി. ശേഷം തുടർന്നു. എൻ്റെ ഹൃദയം ഇത്ര വേഗത്തിൽ ഇടിക്കില്ലായിരുന്നു അവിക. അവളുടെ മുഖത്തെ കുസൃതി പതുക്കെ നാണമായി മാറി. അവൾ കണ്ണുകൾ താഴ്ത്തി. യുവ അവളുടെ താടിയിൽ വിരലുകൾ കൊണ്ട് പതുക്കെ തൊട്ട് മുഖം വീണ്ടും തൻ്റെ നേരെ ഉയർത്തി. അവിക, എന്തറിഞ്ഞിട്ടാ നീ എന്നെ സ്നേഹിക്കുന്നത്? നമ്മൾ തമ്മിൽ സെറ്റാവില്ലടോ. അതുമാത്രമല്ല, നീ നിൻ്റെ അച്ഛൻ പറഞ്ഞ ആളെയല്ലേ കിട്ടുള്ളൂ. ഓ, നശിപ്പിച്ച്. ഞാനൊന്ന് റൊമാൻറ്റിക്കായി വന്നതായിരുന്നു. അല്ല, നിന്നോടാരാ പറഞ്ഞ ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ ആളെ മാത്രമേ കെട്ടുള്ളൂ എന്ന്? അതൊക്കെയും എനിക്കറിയാം. സത്യം പറയൂവി, നീ വല്ല ഗന്ധർവനുമാണോ? അല്ല, എൻ്റെ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ നീ എങ്ങനെ അറിയുന്നു? യെസ്, അതെ, ഞാനൊരു ഗന്ധർവനാ. നിൻ്റെ മുറിയിൽ നടക്കുന്നത് അറിയുക മാത്രമല്ല, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടിരുന്നു എന്ന് അവി ഒരു തരം വല്ലായ്മയോടെ ചോദിച്ചു.
യുവയുടെ ചുണ്ടിൽ ഒരു കുസൃതി പുഞ്ചിരി വീണ്ടും തെളിഞ്ഞു. അല്ലേ വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല, നീ വിട്ടേക്ക്. ദേ ഒരുമാതിരി മനുഷ്യനെ വട്ടുപിടിപ്പിക്കല്ലേ യുവി. അവൾ ധൈര്യം കാണിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. യുവ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി. അത് പിന്നെ ഞാനേ നിന്റെ എൻ്റെ എന്തോന്ന് ഒന്ന് പറയുന്നുണ്ടോ യുവി? അവൾ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. അന്നേരം അവൻ ഉറക്കെ ചിരിച്ചു. അതുകൂടി ആയതും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. എൻ്റെ പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതാ. ഞാനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. പിന്നെ നിന്റെ അച്ഛൻ പറയുന്ന ആളെ മാത്രമേ കേട്ടുള്ളൂ എന്നതേ ഞാനൊന്ന് കറക്കി കുത്തിയതാ. ശരിക്കും ആണല്ലോ അല്ലേ? പിന്നല്ലാതെ. ഞാനേ നീ വിചാരിക്കുന്ന ആളല്ല, ഡീസൻ്റ് ആണെന്നേ. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും കണ്ടാൽ പോലും ഞാൻ നോക്കില്ല. അവൾ പതുക്കെ കണ്ണുകൾ ചുരുക്കി. യുവി, ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഈ കടലും ഈ രാത്രിയും നമ്മൾ പങ്കിടുന്ന ഈ നിമിഷവും സാക്ഷിയാക്കി ഞാൻ പറയാ യുവി. അവളുടെ ശബ്ദം ഇത്തവണ വളരെ പതിഞ്ഞതായിരുന്നു. പക്ഷെ ഓരോ വാക്കിലും ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും, കാലം നമ്മളെ എത്ര ദൂരം വേർപെടുത്തിയാലും ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല. അന്നേരം യുവ ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാനാകാതവൻ അങ്ങനെ തന്നെ കിടന്നു. കാരണം അവ ഒരു നിമിഷം ശ്വാസമെടുത്തു. എൻ്റെ ഹൃദയം തിരഞ്ഞെടുത്തത് നിന്നെയാ യുവി. അത്രയും പറഞ്ഞവൾ പതുക്കെ അവനിലേക്ക് ചാഞ്ഞു. അവൻ്റെ കവിളിൽ ഒരു മൃദുവായ ചുംബനം നൽകി. ആ നിമിഷം യുവയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. കടൽ തിരകൾ പിന്നിൽ ഒരേ താളത്തിൽ കരയെ തഴുകിക്കൊണ്ടിരുന്നു. അവ പതുക്കെ പെന്മാറിയപ്പോൾ അവളുടെ കണ്ണുകൾ ഇപ്പോഴും അവൻ്റെ കണ്ണുകളിലായിരുന്നു. യുവ അവളെ കുറച്ചു നേരം ഒന്നും പറയാതെ നോക്കി. ആ നേരത്ത് ശക്തമായ കാറ്റടിച്ചതും അവയുടെ കണ്ണിലേക്ക് കുറച്ച് മണൽത്തരികൾ പറന്നു കയറി. അവൾ പെട്ടെന്ന് കണ്ണടച്ചു. യുവ ധൃതിയിൽ എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടന്നു. അവ കണ്ണു തിരുമ്മിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. യുവ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അവിടെ തന്നെയുണ്ട്. അവിക, പെട്ടെന്ന് വാ, മഴ പെയ്യുന്നത് കണ്ടില്ലേ, നനയും. യുവി, എൻ്റെ കണ്ണിൽ പൊടി പോയി, എനിക്ക് നടക്കാൻ പറ്റണ്ടേ. അവൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വേദന കൊണ്ട് മുറുക്കിയടച്ചു. അവളുടെ വാക്കുകൾ പൂർത്തിയാകുന്നതിന് മുൻപേ മഴയുടെ ശക്തി വീണ്ടും കൂടി. തണുത്ത മഴത്തുള്ളികൾ അവളുടെ ലാവൻഡർ സാരിയിലേക്ക് പെയ്തിറങ്ങി. മുടിയിഴകൾ നനഞ്ഞ മുഖത്തോട് ഒട്ടിപ്പിടിച്ചു. കണ്ണിൽ കയറിയ മണൽത്തരികളുടെ വേദനയിൽ അവൾ ഇപ്പോഴും കണ്ണുകൾ മുറുക്കിയടച്ചു നിന്നു. യുവ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ അവസ്ഥ കണ്ടതും അവൻ്റെ മുഖത്തെ കുസൃതി ചിരി പതുക്കെ മാഞ്ഞു. പകരം കരുതൽ നിറഞ്ഞു. അവി, കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, വല്ലാതെ വേദനിക്കുന്നു. അവൾ വീണ്ടും കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ വേദന കാരണം പെട്ടെന്ന് തന്നെ അടച്ചുപോയി. യുവി, എനിക്കൊന്നും കാണുന്നില്ല. നിക്ക്. യുവ അവളുടെ അരികിലേക്ക് വേഗത്തിൽ നടന്നു. അടുത്ത നിമിഷം അവൾ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്തു. യുവി! അവയുടെ ശബ്ദത്തിൽ ഞെട്ടലും നാണവും ഒരുമിച്ചുണ്ടായിരുന്നു. അവൾ സ്വാഭാവികമായി അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റിപ്പിടിച്ചു. എന്തായി കാണിക്കുന്നത്? എന്നെ താഴെ ഇറക്ക്. കണ്ണിൽ പൊടി പോയിട്ട് നടക്കാൻ പറ്റില്ലെന്ന് നീയല്ല പറഞ്ഞേ. അതിന് എന്നെ എടുത്തോണ്ട് പോണോ? പിന്നെ യു അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. എൻ്റെ പെണ്ണിനെ മഴയിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഞാൻ പോണോ? ആ വാക്കുകൾ കേട്ടതും അവയുടെ മുഖത്ത് നാണം പടർന്നു. അതെ, ഇടയ്ക്കിടെ എൻ്റെ പെണ്ണെന്നും പറഞ്ഞ് എനിക്കിട്ട് താങ്ങുവാണെന്ന് എനിക്ക് മനസ്സിലായി. യുവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. മഴത്തുള്ളികൾ ഇരുവരെയും നനച്ചുകൊണ്ടേയിരുന്നു. യുവ അവളെ ചേർത്ത് പിടിച്ച് കടൽ തീരത്ത് നിന്ന് കുറച്ചകലെ പാർക്ക് ചെയ്തിരുന്ന കാറിനരികിലേക്ക് നടന്നു. കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് അവളെ സീറ്റിലിരുത്തി. ഡോർ തുറന്ന് അവനും ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അവൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും വേദന കൊണ്ട് മുറുക്കിയടച്ചു. യുവ ഉടനെ അവളുടെ അരികിലേക്ക് ചാഞ്ഞു. കൈ മാറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട. അവിക, അടങ്ങി നിൽക്ക്. അവൻ്റെ ശബ്ദത്തിലെ കരുതൽ കേട്ടതും അവൾ പതിയെ കൈ മാറ്റി. യുവ അവളുടെ താടിയിൽ വിരൽ ചേർത്ത് മുഖം തൻ്റെ നേരെ തിരിച്ചു. ഏത് കണ്ണാ? ഇടത്. അവൻ സൂക്ഷിച്ചു നോക്കി. തുറക്കാൻ പറ്റോ? അവ പതുക്കെ കണ്ണു തുറന്നു. യുവ അവളുടെ കണ്ണിമകൾ മെല്ലെ വിടർത്തി ഉള്ളിലേക്ക് നോക്കി. ചെറിയ മണൽ തരിയാ, അനങ്ങരുത്. അവൾ
അനുസരണയോടെ ഇരുന്നു. അടുത്ത നിമിഷം യുവ തൻ്റെ തൂവാലയെടുത്ത് അതിൻ്റെ മൃദുവായ അറ്റം കൊണ്ട് അവളുടെ കണ്ണിൻ്റെ കോണിലെ മണൽ തരി സൂക്ഷിച്ചെടുക്കാൻ തുടങ്ങി. യുവി, തൂവാല ചെറുതായി കുത്തും, പേടിക്കണ്ട. യുവി, വേദനിപ്പിക്കല്ലേ. എൻ്റെ പെണ്ണിൻ്റെ കണ്ണല്ലേ, ഞാൻ വേദനിപ്പിക്കോ? അവൻ പതുക്കെ മണൽ തരി പുറത്തെടുത്തു. അവി പതുക്കെ കണ്ണ് തുറന്ന് 2 തവണ ചിമ്മി. ശേഷം കണ്ണിലേക്ക് പതുക്കെ അവൻ ഊതിക്കൊടുത്തു. തണുത്ത കാറ്റിനിടയിലും അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് മുഖത്തടിച്ചതും അവയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഇത്രയും അടുത്ത് അവൻ്റെ കണ്ണുകൾ പോലും വ്യക്തമായി കാണാം. അറിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ്റെ ചോദ്യം കേട്ടാണ് അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയത്. ആ നേരത്താണ് അവളുടെ ബ്ലൗസിൻ്റെ പുറകിൽ എന്തോ കുത്തുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അടുത്ത നിമിഷം തന്നെ അത് എന്തോ പ്രാണിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മേ, യുവി, എൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ട്. അവയുടെ ശബ്ദത്തിലെ പേടി കേട്ടതും യുവയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. എന്താ? എന്തോ പ്രാണിയാണെന്ന് തോന്നുന്നു, കുത്തുന്നുണ്ട്. അവൾ പരിഭ്രമത്തോടെ പെണ്ണിലേക്ക് കൈ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ കൈ ശരിയായി അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. നീ അനങ്ങാതെ ഇരിക്ക്. യുവ ഉടനെ കാറിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തു. എവിടെയാ കുത്തുന്നത്? ഇവിടെ ബാക്കിലാ. യുവ ശ്രദ്ധയോടെ അവളുടെ ബ്ലൗസിൻ്റെ പുറകിലേക്ക് നോക്കി. പക്ഷെ ഒന്നും കാണാനായില്ല. എവിടെ? എനിക്കൊന്നും കാണുന്നില്ലല്ലോ. യുവി, അത് ബ്ലൗസിൻ്റെ അകത്താ. ഒന്ന് എടുത്ത് കളയൂ പ്ലീസ്. അവളുടെ ശബ്ദത്തിലെ പരിഭ്രമം കേട്ടിട്ടും യുവ ഒന്ന് മടിച്ചു. അയ്യേ, ബ്ലൗസിനുള്ളിൽ കൈയിടാനേ എന്നെ കിട്ടില്ല. യുവി, വീണ്ടും കുത്തുന്നു. അവ വേദനയോടെ ഒന്ന് ചിണുങ്ങി. ദേ, നീ എടുക്കുന്നുണ്ടോ? ഞാനിത് മുഴുവനും ഊരിക്കളയണോ? അവൾ പെട്ടെന്ന് പറഞ്ഞതും യുവയുടെ കണ്ണുകൾ വിടർന്നു. എന്ത്? അത് പിന്നെ നമ്മുടെ ആദ്യ രാത്രിയിൽ നിനക്ക് സസ്പെൻസ് ഒന്നും വേണ്ടെങ്കിൽ ഞാൻ ഈ ബ്ലൗസ് ഊരിക്കളഞ്ഞേക്കാം. അവനെ നോക്കി കുസൃതിയോടെ പറഞ്ഞു. ഒരു നിമിഷം യുവ ഒന്നും മിണ്ടിയില്ല. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചുരുക്കി. ശരിക്കും പ്രാണിയുണ്ടോ അതോ നീ? എടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആദ്യം ഈ സാധനത്തൊന്നും എടുത്ത് കളയൂ. അവൾ വീണ്ടും ചിണങ്ങിയതും യുവയുടെ ചുണ്ടിൽ ഒരു കുസൃതി പുഞ്ചിരി വിരിഞ്ഞു. യുവ ചിരിച്ചുകൊണ്ട് അവളുടെ പുറകിലേക്ക് ഒടുവിൽ കൈ നീട്ടി. ബ്ലൗസിൻ്റെ അരികിലൂടെ ശ്രദ്ധയോടെ കൈ കടത്തി. അവനുള്ളിൽ എന്താണെന്ന് പരതി. ശ്വാസം അടക്കി പിടിച്ച് കണ്ണുകളടച്ച് അനങ്ങാതെയിരുന്നു. യുവയുടെ വിരലുകൾ പതുക്കെ ഉള്ളിലേക്ക് നീങ്ങിയതും ശ്വാസം പോലും എടുക്കാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. കിട്ടിയോ? അവളുടെ ശബ്ദത്തിൽ പേടിയും ആകാംക്ഷയും ഒരുമിച്ചുണ്ടായിരുന്നു. അനങ്ങാതെ ഇരിക്കോ? എനിക്ക് പേടിയായി യുവി. അവൾ പറഞ്ഞു തീരും മുൻപ് യുവയുടെ വിരലിൽ എന്തോ തട്ടിയതായി തോന്നി. ആഹാ, കിട്ടി. എന്താ? നീ പറഞ്ഞ സാധനം തന്നെ. അവൻ അതിനെ സൂക്ഷിച്ച് പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പെട്ടെന്ന് ഇളകിയതും പെട്ടെന്ന് യുവയുടെ കയ്യിൽ പിടിച്ചു. യുവി, ഇങ്ങനെ പേടിക്കാതെ. പിടിച്ചു കഴിഞ്ഞു. അവൻ സൂക്ഷിച്ച് ആ പ്രാണിയെ പുറത്തേക്കെടുത്ത് കാറിൻ്റെ ഒരു വാതിൽ തുറന്ന് പുറത്തേക്ക് കളഞ്ഞു. ആള് പോയി. പതുക്കെ കണ്ണു തുറന്നു. ശരിക്കും പോയോടാ? ഇനി നിന്നെ കുത്താൻ ആൾ വരില്ല. അവൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ട് പിന്നെ തിരിഞ്ഞ് യുവയെ നോക്കി. താങ്ക്സ് യുവി. ഓ, അതും പറഞ്ഞു യുവ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തിരിഞ്ഞു. യുവി ഓക്കെ, പക്ഷേ ഈ എടാ പോടാ എന്നൊക്കെയും വേണോ? യുവ പുരികമുയർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കിപ്പോൾ എത്ര വയസ്സായി? 22. എന്തേ? 22. എനിക്ക് 28. നമ്മൾ തമ്മിൽ 6 വയസ്സിൻ്റെ മൂപ്പുണ്ട്. അതിന്? അവയൊരു ഭാവവ്യത്യാസമില്ലാതെ തോളുയർത്തിക്കൊണ്ട് ചോദിച്ചു. യുവ അവളെ നോക്കി കണ്ണുരുട്ടി. അതിനൊന്നുമില്ല, അർജുൻ അജുവേട്ടാന്ന് വിളിക്കാം. എന്നെ എടാ പോടാ നീ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവയൊരു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അതാണോ കാര്യം? അതെ. നിന്റെ പേരിൻ്റെ കൂടെ ഏട്ടാന്ന് ചേർത്ത് വിളിക്കാൻ എനിക്കിഷ്ടമല്ല. അതെന്താ? യുവേട്ടൻ. അവൾ ആ വാക്ക് നീട്ടി പറഞ്ഞ് മുഖം ഒന്ന് ചുളിച്ചു. അയ്യേ, എന്തൊരു ബോരാ. എനിക്കെന്തോ ഇഷ്ടാവുന്നില്ല. യുവ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി നിന്നു. ചിരി അടക്കിക്കൊണ്ട് തുടർന്നു. പിന്നെ യുവാൻ ദേവിൻ്റെ വാലറ്റം പിടിച്ച്
ദേവേട്ടാന്ന് വിളിക്കുമ്പോൾ അവൾ പെട്ടെന്നൊന്ന് ചിരിച്ചു. എന്തോ ഒരുമാതിരി തന്ത വൈബ് ഫീൽ ചെയ്യും. എന്ത് വൈബ്? യുവയുടെ മുഖത്തെ ഗൗരവം കണ്ടതും അവയുടെ ചിരി കുറച്ചുകൂടി ശക്തമായി. അതേനേ, തന്ത വൈബ്. എന്തേ, കേട്ടിട്ടില്ലേ? അവിക, യുവി, സത്യമായിട്ടും ഞാൻ എന്തു ചെയ്യാനാ? ഇനിയിപ്പോ നിനക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിലേ. അവൾ ശബ്ദം ഒന്ന് താഴ്ത്തി കണ്ണുകളിൽ കുസൃതിയുമായി അവനെ നോക്കി. ഈ കഥകളിലൊക്കെ ഉള്ളതുപോലെ കല്യാണം കഴിഞ്ഞേ നമ്മുടെ റൊമാൻസിനിടയിൽ ഞാൻ ദേവേട്ടാന്ന് വിളിക്കാം, എന്തേ? യുവ അവളെ തുറച്ചു നോക്കി. അവ അതൊന്നും വകവെക്കാതെ ചിരിച്ചുകൊണ്ട് തുടർന്നു. വേണേ നമുക്കിപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട. എന്താ ദേവേട്ട ഇങ്ങനെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? ദേവേട്ടാ. യുവ കണ്ണുകൾ അടച്ചു. അവ ചിരി ഒതുക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു. എന്തായി കാണിക്കുന്ന ദേവേട്ടാ? വിടൂന്നേ. ദേവേട്ടാ, എനിക്ക് നോന്നുട്ടോ, വിടൂന്നേ. അവൾ വീണ്ടും അവനെ കളിയാക്കി. ദേവേട്ടൻ്റെ കുറുമ്പേ കൂടുന്നുണ്ടേ. അവൻ്റെ കവിളി പിടിച്ച് വലിച്ചുകൊണ്ടാണത് പറയുന്നത്. യുവക്ക് ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്നറിയാത്ത അവസ്ഥയായി. ദേവേട്ടാ, വേണ്ട വേണ്ടാട്ടോ. അവൻ ഗൗരവം നടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചുണ്ടിൻ്റെ കോണിൽ പുഞ്ചിരി തെളിഞ്ഞിരുന്നു. അവയുടെ ആ കുസൃതിയുള്ള മുഖഭാവം കണ്ടതോടെ അവൻ്റെ നിയന്ത്രണം വിട്ടു. അവൻ മുഖം തിരിച്ച് ചിരി കടിച്ചു പിടിക്കാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം ആ ചിരി പൂർണ്ണമായും പുറത്തേക്ക് ചാടി. അത് കണ്ടതും അവിക്കും ചിരി അടക്കാനായില്ല. കുറച്ചുനേരം ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു. ഒടുവിൽ യുവ തല കുലുക്കിക്കൊണ്ട് കാറിൻ്റെ ബട്ടൺ അമർത്തി. നീ എന്നെ യുവിന്ന് തന്നെ വിളിച്ചാൽ മതി. അവനൊരു നിമിഷം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞു യുവ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവി സീറ്റിൽ ചാരിയിരുന്ന് പുഞ്ചിരിച്ചു. അതാ നല്ലത് യുവി. യുവ അവളെ ഒന്ന് നോക്കി. ഇനിയെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമോ? അവി ചുണ്ട് കടിച്ചു ചിരിച്ചു. അത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല യുവി. അതിനിടയിൽ യുവയുടെ നോട്ടം അവളുടെ നനഞ്ഞ സാരിയിലേക്ക് എത്തിയതും അവൻ്റെ മുഖത്തെ പുഞ്ചിരി പതുക്കെ മാഞ്ഞു. ലാവൻഡർ സാരി മുഴുവനും മഴയിൽ നനഞ്ഞിരുന്നു. മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. തണുപ്പിൽ അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നതും യുവ ശ്രദ്ധിച്ചു. അവൻ കാറിൻ്റെ ഹീറ്റർ ഓൺ ചെയ്തു വണ്ടി മുന്നോട്ടെടുത്തു. കാർ രാത്രിയിലെ നിശബ്ദമായ റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. അതിനിടയിൽ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു യുവ റോഡരികിലെ ഒരു ചെറിയ കട കണ്ടതും അവന് കാർ ഒതുക്കി നിർത്തി. ഐസ്ക്രീം വാങ്ങിച്ചു അവൾക്ക് കൊടുത്ത് കാറിൽ കയറി വണ്ടി മുന്നോട്ടെടുക്കാൻ നേരത്താണ് അവയുടെ കണ്ണുകൾ നേരെ എതിർ ദിശയിലേക്ക് നീളുന്നത്. അവളുടെ നോട്ടം ശ്രദ്ധിച്ച യുവ കാര്യം തിരക്കി. യുവി, ദേ അവൻ. അവി വിരൽ ചൂണ്ടിയ ദിശയിലേക്ക് യുവ നോക്കി. റോഡരികിലെ കടയ്ക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്ന കാറിൻ്റെ ഡോർ അടച്ച് ഒരാൾ അതിനകത്തേക്ക് കയറി. മുഖം വ്യക്തമായി കണ്ട നിമിഷം തന്നെ യുവയുടെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. അവൻ്റെ നോട്ട് അരുണിൻ്റെ കാറിൽ തന്നെയായിരുന്നു. ആ കാർ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് കയറി. യുവ ഉടനെ തൻ്റെ കാറിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. യുവി, നീ അവൻ്റെ പിന്നാലെ പോവുകയാണോ? വേണ്ട യുവി, നീ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. എനിക്കറിയാം എന്ത് വേണമെന്ന്. അവൻ റോഡിലേക്ക് കണ്ണുറപ്പിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ കാർ മുന്നിൽ വ്യക്തമായി കാണാമായിരുന്നു. യുവ അകലം പാലിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ കാർ ഓടിച്ചു.